ഹലോ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദ ഡാർക്ക് സൈഡ് ഓഫ് എമ്പതിയാണ്. അതായത് നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും മനുഷ്യന്. എമ്പതി, ട്രസ്റ്റ്, ലവ്, ആക്സെപ്റ്റൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ വളരെ ഹൈ ആയിട്ടുള്ള വാല്യൂസാണ്. ഈ സംഭവങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് പോസിറ്റീവായ ഫലത്തിനേക്കാളും നെഗറ്റീവായൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ എമ്പതിയുടെ ആ ഒരു ഡാർക്ക് സൈഡില്ലേ, അതിനെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു സംഭവം ആൾക്കാരാണ് NPD അല്ലെങ്കിൽ നാർസിസ്റ്റിക് ഡിസോർഡറുള്ള വ്യക്തികൾ. അവരുടെ ലൈഫിലേക്ക് എമ്പതറ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യനെ കിട്ടിയാൽ പിന്നെ അവർക്കൊന്നും വേണ്ട. പിന്നെ അവരുടെ ചോരയും നീരൊക്കെ ഊറ്റി കുടിച്ച് അങ്ങനെ ഒരു വേർഷനിലേക്ക് പോകാൻ പറ്റും. കാരണം അവരങ്ങോട്ട് വളരും NPDs. കാരണം ഈ എമ്പതറ്റിക്കായ ആളെന്ന് പറയുന്നത് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. അയാളുടെ ഇമോഷൻസ് ആണെങ്കിലും അയാളുടെ ഫൈനാൻസ് ആണെങ്കിലും എല്ലാം അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കും, അവർക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാതെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും ബെനഫിറ്റ് അനുഭവിച്ച് തഴച്ച് വളരുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഈ പറയുന്ന NPDs എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എമ്പതിയുള്ള ആൾക്കാർ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്നത് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ഒബ്സർവേഷൻ വേണം. എവിടെയും ഒരു ഗിവ് മാത്രമല്ല, ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഡിപ്പെൻഡൻ്റായി നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലാതെ നമ്മളിങ്ങനെ എക്സോസ്റ്റഡായി ഡ്രെയിൻ ഔട്ടായിട്ട് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പം തന്നെ അവിടെ ആ എമ്പതി സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് നഷ്ടപ്പെടും. പിന്നീട് ഒരു മനുഷ്യനെയും സ്നേഹിക്കാനോ വിശ്വസിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. സോ ബിവെയർ ഓഫ് എമ്പതി.